നമസ്കാരം. കരിങ്കുന്നം സോളാറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് ഇൻവേർട്ടർ LED ലാമ്പുകൾ. ഇത് കണ്ടോ, ഇതാണ് സംഭവം. നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. നിങ്ങളുടെ ഒക്കെ വീടുകളിൽ മിക്കവാറും ഒരു 1-2 എണ്ണം മിക്കവാറും ഇത്തരത്തിലുള്ള ഈ LED ലാമ്പുകൾ കാണാനായിട്ട് സാധ്യതയുണ്ട്. അപ്പം ഇതിനകത്ത് ഏറ്റവും കൂടുതലായിട്ട് ആൾക്കാർ നമ്മളോട് പറഞ്ഞൊരു പരാതി ഈ സംഭവം വാങ്ങിച്ച് ചെയ്യുന്നതിന് പ്രകാശം കുറവാണെന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് AC-ലും അതുപോലെ DC യിലുമായിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ കറണ്ടുള്ള സമയത്ത് നമുക്കിത് AC-യിൽ ഇത് വർക്ക് ചെയ്യുമ്പോൾ ഇതിന് പ്രകാശത്തിന് യാതൊരുവിധ പ്രശ്നമില്ല. ഇപ്പം ഇത് 9 വാട്ടിൻ്റെ ഒരു ബൾബാണ്. 9 വാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക 9 വാട്ട് തന്നെ ഇതിൽ കിട്ടുന്നുണ്ട്. പക്ഷേ ഈ കറണ്ട് പോകുന്ന സമയത്ത് ഇതിനുള്ളിലുള്ള ഒരു ചെറിയ ബാറ്ററിയാണല്ലോ വർക്ക് ചെയ്യുന്നത്. ആ സമയത്ത് ഇതിൽ നിന്ന് വരുന്ന പ്രകാശം വളരെ അതായത് നമുക്ക് മറ്റേ ഈ 9 വാട്ട് എന്ന് പറയുന്ന ആ സംഭവത്തിൻ്റെ നേരെ പകുതി ഒരു 4 വാട്ട് അത്രയൊക്കെ ശരിക്കും പറയുന്നത് ഇതിന് കിട്ടുള്ളൂ എന്നാണ് ആൾക്കാർ പറഞ്ഞത്. ശരിയാണ്, താനും അത്ര തന്നെ അന്ന് കിട്ടത്തുള്ളൂ. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സംഭവത്തിനകത്ത് ഞാനിത് കാണിച്ചു തരാം. അതായത് നമ്മൾ ഈ സംഭവം ഇതുണ്ട്. ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇതിനകത്ത് 2 ലെയർ LED ആണ് ഇതിനകത്തുള്ളത്. ഇതിനകത്ത് ഈ 2 ലെയർ ഉള്ളതിനകത്ത് ഈ പുറത്തുണ്ടോ, ഈ പുറമേ കാണുന്ന ഒരു ലെയർ, ഇത് വലിയൊരു ലെയറാണ്. ഈ ലെയർ നമ്മൾ ഈ കറണ്ടുള്ള സമയത്ത്, അതായത് നമ്മൾ AC-യിൽ തെളിയുന്ന സമയത്ത് ഈ പുറത്തെ ലെയറാണ് തെളിയുന്നത്. കറണ്ട് ഇല്ലാത്ത സമയത്ത് ഇതിനുള്ളിലുള്ള ബാറ്ററിയാണ് ഇതിനുള്ളിലുള്ള കുറച്ച് ഭാഗം വരുന്ന ഈ ചെറിയ ലെയറുമാണ്. കണ്ടോ, നിങ്ങൾക്കിത് കാണാൻ പറ്റും. ഇതുണ്ടോ, തെളിയുന്നുണ്ടോ? അപ്പോൾ ഇതിനകത്താകുമ്പോൾ ലൈറ്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് കാണത്തുണ്ടാവില്ല. അപ്പം ഇതിനുള്ളിലുള്ള ഈ ചെറിയ ഭാഗം തെളിയുന്നത്. അപ്പം ഇത് 2 സെറ്റ് LED ആണെന്ന് വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഒരു കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ പുറത്തുള്ള LED നല്ല ബ്രൈറ്റ് ആയിട്ടായിരിക്കും തെളിയുന്നത്. ഫുൾ ബ്രൈറ്റിലാണ് ആ LED തെളിയുന്ന രീതിയിലാണ് അത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷേ ഈ അകത്തുള്ള LED കുറച്ച് മങ്ങി, അതായത് പുറത്തുള്ളതിൻ്റെ പകുതി പ്രകാശത്തിലായിരിക്കും തെളിയുന്നത്. LED എണ്ണം കുറവാണ്, അതുപോലെ തന്നെ അത് മങ്ങിയേ തെളിയത്തുള്ളൂ. അപ്പോൾ 2 ലെയറായിട്ട് വെച്ചിട്ട് DC-നെയും AC-നെയും 2 സെക്ഷനായിട്ട് വെച്ചിട്ടാണ് തെളിക്കുന്നത്. അപ്പം അങ്ങനെ വരുന്നതുകൊണ്ടാണ് ഇതിനകത്ത് ഈ മങ്ങി തെളിയുന്നതിൻ്റെ ഒരു ശരിക്കും ഇതിൻ്റെ ഒരു കാരണം. പക്ഷേങ്കിൽ നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇതിങ്ങനെ കവറിട്ട് അടച്ചേക്കുമല്ലേ. അപ്പോൾ ഇതിനുള്ളിലുള്ള LED മാറി തെളിയുന്നത്, അകത്തെ LED ബൾബും പുറത്ത് മാറി തെളിയുന്ന സാറിന് ആൾക്കാർക്ക് കാണാനും അത്ര എളുപ്പത്തിൽ പറ്റത്തില്ല. അതുകൊണ്ടാണ് അത് അത്ര പിടി കിട്ടാതെ വരുന്നത്. അപ്പം ഇതിപ്പം 9 വാട്ടിൻ്റെ, അതായത് 900 ലൂമെന്ന് പറഞ്ഞ് ഇറക്കിയിരിക്കുന്ന ഒരു ബൾബാണിത്. പക്ഷേ ഇത് സാധാരണ നമ്മൾ AC-യിൽ തെളിക്കുമ്പോൾ 900 ലൂമുണ്ട്. പക്ഷേ ഇതിൻ്റെ DC-യിൽ വന്നു കഴിയുമ്പോഴത്തേക്കും ഏകദേശം ഒരു 400 ലൂമ് ഏകദേശം പ്രതീക്ഷിച്ചാൽ അത്ര ഇതിനകത്ത് കിട്ടത്തുള്ളൂ. അതിൻ്റെ കാര്യം വെച്ചാൽ ഇതിനുള്ളിൽ വെച്ചിരിക്കുന്നുണ്ട് ഇതേപോലെയുള്ള കൊച്ചൊരു ബാറ്ററിയാണ്. ഇതുണ്ട്, ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് ഉപയോഗിക്കുന്ന ബാറ്ററി. അപ്പോൾ ഇതേന്ന് നമുക്ക് ഇതിപ്പം 3 മണിക്കൂർ ബാക്കപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഈ കമ്പനികൾ ഇറക്കുന്നത്. അപ്പോൾ ഇത്ര ഒരു ബാറ്ററിയാണ് ഇതിനകത്ത് ആകെപ്പാടെ വെക്കാനുള്ള ഇടയുള്ളൂ. അതിനകത്ത് ഇത്രേ വെച്ചിട്ടുള്ളൂ. ഇതിൽ നിന്നും എന്നാ കാണിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ഈ പറയുന്ന ഈ 2-3 മണിക്കൂർ സമയത്തേക്ക് ഇത് ഫുൾ ബ്രൈറ്റിൽ തെളിച്ച് നിർത്തുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും സാധിക്കില്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഇതിനകത്ത് പ്രകാശം കുറച്ച് ഉള്ള രീതിയിൽ സെറ്റ് ചെയ്തിട്ട് കുറച്ച് കൂടുതൽ LED AC-യിൽ തെളിയുമ്പോഴും കുറച്ച് LED ആയിട്ട് എണ്ണം കുറച്ച് നമ്മൾ DC തെളിയുമ്പോഴും 2 ലെയറായിട്ട് സെറ്റ് ചെയ്തിട്ട് അവരങ്ങനെ ഇത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ടുള്ള പ്രയോജനം നമുക്ക് കറണ്ട് പോകുമ്പോൾ ജസ്റ്റ് ഒരു ഇതെന്നുള്ള രീതിയിൽ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരു എമർജൻസി സിറ്റുവേഷനിൽ നമുക്കൊന്ന് ജസ്റ്റ് ഉപയോഗിക്കാമെന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി മാത്രം ഇത് നമുക്ക് ഇൻവേർട്ടറിന് പകരം ഇൻവേർട്ടർ LED എന്നൊക്കെ പറയുമെങ്കിൽ ഇൻവേർട്ടറുകളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു സുഖമോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇതിൽ ഒരിക്കലും കിട്ടത്തില്ല. അപ്പം ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു വീട്ടിൽ ചെന്നപ്പോൾ ഒരു അമ്മച്ചി എന്നോട് പറയും, ഈ LED ബൾബ് അവിടെ 2-3 അവിടുത്തെ ചേട്ടൻ മേടിച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ കറണ്ട് പോയി കഴിയുമ്പം ഞാൻ ഇൻവേർട്ടർ പിടിപ്പിക്കാൻ വേണ്ടി അവിടെ ചെന്നാണ്. അപ്പോൾ അതിന് മുൻപത്തെ കേസാണ് ഞാനീ പറഞ്ഞത്. ഇൻവേർട്ടറിന് മുമ്പ് ആ അമ്മച്ചി എന്നോട് പറഞ്ഞാണ്, ഇത് തെളിയുമ്പോൾ ഇതിലോട്ട് നോക്കുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് തല കറങ്ങുന്നു എനിക്ക് തോന്നുന്നു, തലവേദന ഉണക്ക് എന്തൊക്കെയോ ഭയങ്കര അസ്വസ്ഥയാണ്. കാരണം ഞാനിത് ഓഫ് ചെയ്ത് വെച്ചിട്ട് തിരികെ കത്തിച്ച് നോക്കുക എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും ഈ വെളിച്ചം കുറവായിട്ട് നല്ല വെളിച്ചത്തിൽ തെളിഞ്ഞ് കണ്ടിട്ട് പിന്നെ പെട്ടെന്ന് ഇത് മങ്ങി നിന്ന് തെളിയുന്ന കാണുമ്പോൾ ആൾക്കാർക്ക് ചിലപ്പോൾ അങ്ങനെ ഒരു അസ്വസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. അപ്പോൾ അതാണ് ഇതിനകത്തുള്ളൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ. പിന്നെ നമുക്ക് ഈ ഒരു ബൾബുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളും കൂടി ഞാൻ പറഞ്ഞുതരാം. ഇത് നമുക്കുള്ള ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ടുള്ളതെന്ന് വെച്ചാൽ ഇത് നമുക്ക് ഈ എപ്പോഴും നമ്മൾ ഹോൾഡറിൽ തന്നെ ഇത് കുത്തിയിട്ടേക്കണം. അല്ലാതുകൊണ്ട് നമുക്ക് ഈ സംഭവം ചാർജ് ആവില്ല. കാരണം ഇതിനുള്ളിലാണല്ലോ ബാറ്ററി ഇരിക്കുന്നത്. അപ്പോൾ ഈ ബൾബ് തെളിഞ്ഞെടുക്കുന്ന സമയത്താണ് ബാറ്ററി ചാർജ് ആവുന്നത്. അപ്പോൾ ഫുൾ ടൈമും നമ്മളിത് എവിടെയെങ്കിലും അത് ആരെങ്കിലും ഇപ്പം നമ്മൾ ഹോൾഡറിൽ കുത്തിയിടാതെ കൊണ്ട് ഈ സാധനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ബാറ്ററി ചാർജ് ഇറങ്ങി തീർന്നു പോകും. അപ്പോൾ ഫുൾ ടൈം മാക്സിമം തെളിക്കുന്ന ഒരു ലൈറ്റായിട്ടുള്ള ഒരു സ്ഥലത്ത്, ഇപ്പോൾ ഒന്നെങ്കിൽ കിച്ചണിലും അതുപോലെ തന്നെ നമ്മുടെ ഇപ്പം ഞാൻ ചിലപ്പോൾ ഈ ബൾബ് ഉപയോഗിക്കാൻ ആൾക്കാർ ഞാൻ പറയാറുണ്ട് ഒരു 2 എണ്ണം. ഇപ്പോൾ ഇൻവേർട്ടറൊക്കെ ഉള്ള വീടാണെങ്കിൽ പോലും നമുക്കിപ്പം വലിയ ലൈറ്റിംഗ് ഒക്കെ വന്നു കഴിയുമ്പം നമ്മൾ മൊത്തത്തിൽ ഓഫ് ചെയ്യുമല്ലോ. ഇപ്പം ടൗൺ ഏരിയയിലൊന്നും പ്രശ്നമില്ല. ഒത്തിരി മലയോര മേഖലയിലൊക്കെ ആണെങ്കിൽ ഈ ഭയങ്കര ശക്തിയുള്ള ഇടിമിന്നലായിരിക്കും. അപ്പം ഇവർക്ക് ഈ ഇൻവേർട്ടർ അതിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വരാതിരിക്കാൻ വേണ്ടി അത് ഓഫ് ചെയ്തിടേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഓഫ് ചെയ്തിടുമ്പോൾ മൊത്തത്തിലൊരു ഇരുട്ടാകാതിരിക്കാൻ വേണ്ടി ഇത്ര ഒരു 2 ബൾബുണ്ട്. ഇപ്പോൾ കിച്ചണിലും അതുപോലെ ഒരു ഹോളിലോ എവിടെയെങ്കിലും ഒരു 2 സ്ഥലത്തായിട്ട് ഹാളിനകത്ത് തെളിച്ചിട്ടാലും മതി, ഒരെണ്ണം ഉണ്ടായാലും മതി. ഒരു ബൾബ് തെളിച്ചിടുവാണെങ്കിൽ ഇത്തരത്തിലുള്ളത് ഇടുവാണെങ്കിൽ നമുക്ക് ഇൻവേർട്ടർ ഒരു ടൈമിലും ചെറിയൊരു പ്രകാശം കിട്ടും. നമുക്ക് വലിയ ഇടിയൊക്കെ അങ്ങ് ഇത്രയും മാറി കഴിയുമ്പോഴത്തേക്കും നമുക്കിത് ഇൻവേർട്ടർ പിന്നെ അത് കറക്റ്റാക്കി കുത്തി ചാലുവാക്കുകയും ചെയ്യാം.
അപ്പോൾ അങ്ങനെയുള്ള ഒരു ആവശ്യത്തിന് വേണ്ടി ഞാൻ ഇൻവേർട്ടർ വെച്ച് കൊടുക്കുന്ന വീട്ടിലാണ് പോലും ഇത്ര ഒരെണ്ണം ഉണ്ടെങ്കിൽ നല്ലതാണ് വാങ്ങിച്ചാലും ഞാൻ പറയാറുണ്ട് സാറിന്. ഇതിൽ വെളിച്ചം കുറവാണെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ളൂ അത്യാവശ്യ കാര്യം നടക്കുമല്ലോ. അപ്പോൾ അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ളൊരു ചെറുതൊരെണ്ണം വാങ്ങിച്ച് നിങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനകത്ത് കുഴപ്പമില്ല. ഇതിന് അത്രയും പെട്ടെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി, വലിയ പ്രകാശം കിട്ടും, ഭയങ്കര സെറ്റപ്പാണെന്ന് കരുതെങ്കിൽ ഈ സാധനം വരും. ഇതിനൊരു 350 രൂപ 400 രൂപ 500 രൂപ അത്രയൊക്കെ വിലയിലൊക്കെയാണ് ഈ സാധനം വരുന്നത്. ഇപ്പം പല കമ്പനിയുടെയും വരുന്നതിന് പല പ്രകാശത്തിന് അത് കുറച്ച് വ്യത്യാസം വരുന്നുണ്ട്. ഇപ്പം വില കൂടിയതൊക്കെ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ വില കുറഞ്ഞതിനെ കഴിഞ്ഞും കുറച്ചും കൂടെ വെട്ടം കിട്ടുന്നതായിട്ട് നമുക്ക് കാണാറുണ്ട്. പക്ഷേ എങ്കിലും ആ LED മറ്റേ AC തെളിയുന്ന അത് സെയിമിൽ തന്നെ ഒന്നും ഒരിക്കലും ഈ 3 മണിക്കൂർ 4 മണിക്കൂർ ഇവർ പറഞ്ഞ നമുക്കൊന്നും ഒരിക്കലും തെളിയുന്ന ഒരു ബൾബ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു കമ്പനികളും ചെയ്യുന്നുമില്ല. വേണം ചെയ്തെടുക്കാനായിട്ട് വേണമെങ്കിൽ നമുക്ക് പറ്റും. പക്ഷേ അന്നേരം ആ റേറ്റ് വെച്ച് നോക്കുമ്പോൾ ആൾക്കാർ അത് വാങ്ങിക്കത്തില്ലാത്തതുകൊണ്ട് ഇനി കമ്പനികൾ അങ്ങനെ ഒരു സംഭവം ചെയ്യാത്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് കുറച്ചും കൂടെ ബ്രൈറ്റായിട്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഇങ്ങോട്ട് വേണമെങ്കിൽ. അപ്പം ഞാൻ ഇതിന് പകരമായിട്ട് എന്ന് പറഞ്ഞാൽ ഈ സെയിം ഹോൾഡറായിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഭവമല്ല, ഇതിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന മറ്റൊരു ഐറ്റം ഞാൻ കാണിച്ചിരുന്നു നിങ്ങൾക്ക്. ഇത് കണ്ടോ ഒരു ബൾബ്. ഇത് ശരിക്കും DC ബൾബാണ്. എന്ന് പറഞ്ഞാൽ 12 വോൾട്ട് DCയിലാണ് ഈ സാധനം തെളിയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മറ്റേ ആ ബൾബിന് പകരമായിട്ട് വേണമെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ബൾബ് വാങ്ങിച്ച് നിങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഇതിനകത്തേക്ക് ശരിക്കും DC കൊടുത്തുമ്പോൾ ഇത് ഞാൻ കാണിച്ചിരാം. ഇതുണ്ടോ, ഇതിൻ്റെ വെളിച്ചം കണ്ടോ, ഇത് ഭയങ്കര വെട്ടം. ഇത് കണ്ടോ, നമുക്കിത് കാണാൻ പറ്റത്തില്ല, അത്രയും പ്രകാശം. ഇത് ഭയങ്കര വെളിച്ചം. ഇത് ചുമ്മാ DC കൊടുത്താൽ അത് തെളിയും. മറ്റേ ബൾബ് നിങ്ങൾ തെളിഞ്ഞ് കണ്ടല്ലോ, മറ്റേ ബൾബ് നിങ്ങൾ കണ്ടല്ലോ, ഇത് കണ്ടോ, മറ്റേതിന് ഇത്രയും വെട്ടമേ ഉള്ളൂ. ആ സ്ഥാനത്ത് ഇതുണ്ട്, ഇവൻ ഉണ്ട്, ഇങ്ങനെ തെളിയും. ശാലോടെ അതിനെക്കഴിഞ്ഞും പാട്ട് കൂടിയതാണ്, എന്നാലും ഈ സംഭവം ഉപയോഗിക്കുവാണെങ്കിൽ ഈ ഇത്രയും പ്രകാശം കിട്ടും. അപ്പം നിങ്ങൾക്ക് ഒരു സംശയം വരും, ഇതെങ്ങനെ ഇത് പ്രകാശിക്കും, എങ്ങനെ തെളിക്കാനായിട്ട് പറ്റുമെന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ളത് ആ ബൾബിന് അങ്ങനെ അധികം വലിയ വിലയൊന്നും വരത്തില്ല. ഇതേപോലെയുള്ള ഒരു 12 വോൾട്ടിൻ്റെ ഒരു ബാറ്ററി വാങ്ങിച്ചിട്ട് ഉപയോഗിച്ചാൽ മതി. മറ്റേതിനേക്കഴിഞ്ഞും കുറച്ചും കൂടെ നമുക്ക് കൂടുതൽ പൈസയാവും മറ്റേ ഇത് തെളിക്കണമെന്നുണ്ടെങ്കിൽ. പക്ഷേ എങ്കിലും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു ബാറ്ററി വാങ്ങിച്ചിട്ട് ഉപയോഗിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ടൈം എന്ന് പറയുന്നത് മറ്റേതിനിപ്പം 2 മണിക്കൂർ ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് 10 മണിക്കൂറൊക്കെ സുഖമായിട്ടും ഇതിൻ്റെ ചെറിയ ബൾബൊക്കെ ആണെങ്കിൽ നമുക്ക് സുഖമായിട്ടും തെളിക്കാനായിട്ട് പറ്റും, ഫുൾ ചാർജ് നിൽക്കുവാണെങ്കിൽ. ഇപ്പോൾ ഒരു 7Ah സാധനത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു 12Ah അതോ അതുമല്ലെങ്കിൽ എത്ര AH വേണമെങ്കിൽ നിങ്ങൾക്ക് 12 വോൾട്ട് ബാറ്ററികൾ നിങ്ങൾക്ക് അതിനകത്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ടും പറ്റും. അപ്പോൾ ഈ ബൾബ് നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടുന്നത് എല്ലാ ഇലക്ട്രോണിക്സ് കടകളിലും, അതായത് ഈ ഇലക്ട്രോണിക്സിൻ്റെ നിങ്ങളിപ്പോൾ ഈ ഹോം അപ്ലയൻസസ് മേടിക്കുന്ന കടകളിൽ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കിട്ടത്തില്ല. ഇലക്ട്രോണിക്സ് സ്പെയർ പാർട്സുകൾ വിൽക്കുന്ന ഏത് കടയിൽ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാലും 12 വോൾട്ട് തെളിയുന്ന ഇത്തരത്തിലുള്ള DC ബൾബുകൾ തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ തരും. അപ്പം ഇതിപ്പം ഇൻവെർട്ടർ ഉള്ളവർക്ക് വേണ്ടിയിട്ടൊന്നുമല്ല ഞാൻ പറയുന്നത്. ഇപ്പം ഇൻവെർട്ടർ ഒന്നും വാങ്ങിക്കാൻ പൈസ ഇല്ലാത്ത സാധാരണക്കാരായിട്ടുള്ള മറ്റുള്ള ആളുകളുണ്ടല്ലോ, അങ്ങനെ ഇൻവെർട്ടർ വാങ്ങിക്കാതെ എന്ന പ്രകാശത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ചെറിയ ഐറ്റം വേണമെന്നുള്ളവർക്ക് ഒരു 1500 രൂപ റേഞ്ചിലൊക്കെ ചെറിയ തോതിൽ എന്തെങ്കിലും ഒരു ലൈറ്റ് സിസ്റ്റം. ഇപ്പം ഈ കഴിഞ്ഞ ദിവസമെല്ലാം ഭയങ്കരമായിട്ടും മഴയെല്ലാം വന്നിട്ട് മൊത്തം കറണ്ടെല്ലാം പോയി കിടക്കുക. അപ്പം പൈസ സാമ്പത്തികം കുറഞ്ഞ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ തിരികെ കത്തിച്ചിരിക്കുക. അപ്പം ബാക്കി എല്ലാവരും ഇൻവെർട്ടറൊക്കെ നോക്കുമ്പം അങ്ങനെയുള്ളവർക്കും എന്തെങ്കിലും ഒരു ഐറ്റം വേണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സാധനം നിങ്ങളെ ഞാൻ കാണിക്കുന്നത്. ഇതിന് നല്ല വെട്ടമാണ്. ഇതെന്ന് വേണമെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ഒരു ബാറ്ററി ഉണ്ടെങ്കിൽ 1 2 ഇനി 3 വേണമെങ്കിൽ 3 മുറിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടാം. പക്ഷേ അഡീഷണൽ ആയിട്ടൊരു കേബിൾ വയറിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ വയറിംഗ് ആയിട്ട് നിങ്ങൾ ചെയ്തിട്ട് ഹോൾഡർ ചെയ്താലും മതി. ഹോൾഡറിലിട്ട് നിങ്ങൾക്ക് വേണമെങ്കിലും ഇത് ഹോൾഡർ പോലുള്ള സംഭവത്തെ ഇത് തൂക്കിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. പക്ഷേ നമ്മുടെ മറ്റേ സാധാരണ കറണ്ടിലുള്ള AC അവിടെ കൊണ്ടുപോയി നമ്മൾ ഈ ബൾബിട്ട് അപ്പം തന്നെ ഇത് അടിച്ചു പോകും. അങ്ങനെയുള്ളവർക്ക് ഈ സാധനം കൊണ്ട് ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. പിന്നെ നമുക്ക് സോളാറിൽ നിന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ സാധനത്തിലോട്ട് നിങ്ങൾക്ക് കയറ്റാൻ കേട്ടോ, നല്ല സൂപ്പറായിട്ടും വർക്ക് ചെയ്യും. പിന്നെ നിങ്ങൾക്കിത് ഈ ഓണാക്കി ഇടാനുള്ള ബുദ്ധിമുട്ടോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബാറ്ററി നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇതിനേതായാലും ചാർജ് ചെയ്യാൻ വേണ്ടി ഒരു കൊച്ചു ചാർജർ നിങ്ങൾക്ക് അതിലും മേടിക്കേണ്ടി വരും. അപ്പോൾ ആ ചെറിയ ചാർജർ ഉണ്ടാക്കുമ്പോൾ അതിനകത്തൊരു ചെറിയ റിലേ കൊടുത്തിട്ട് നിങ്ങൾക്ക് ആ ചാർജറിന് ചെറിയ ആമ്പർ കൂട്ടിയിടുവാണെങ്കിൽ നിങ്ങൾക്കിത് ACയിൽ DC ആ ചാർജറിൽ നിന്ന് വരുന്ന AC ഔട്ട്പുട്ട് DC ഉണ്ടല്ലോ, അതിൽ നിങ്ങൾക്ക് കൊടുത്തുകൊണ്ട് ഈ സാധനം വേണമെങ്കിൽ കറണ്ട് ഉള്ള സമയത്ത് കറണ്ടിലും കറണ്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ബാറ്ററിയിൽ നിന്നും വരുന്ന രീതിയിൽ ഒരു ചെറിയ റിലേ, അതിപ്പോൾ ആ ചാർജർ ഉണ്ടാക്കുന്നിടത്ത് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് സ്പെയർ പാർട്സ് വിൽക്കുന്ന കടലൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാക്കി തരും. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ബൾബ് നിങ്ങൾക്ക് സാധാരണ പോണക്ക് തന്നെ ഒരു ബഡ് സ്വിച്ചോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ബോക്സ് നിങ്ങൾ ഭിത്തിയിലടിച്ച് അതിലേക്ക് ഇത് കണക്ട് ചെയ്ത് എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ സാധാരണ ചെറിയ ടെക്നിക്കലി അറിയാവുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഒരു ചെറിയ സാധനം അങ്ങനെ അറിയാവുന്ന ആരെക്കൊണ്ടെങ്കിലും ഒന്ന് സെറ്റപ്പ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സാധനം നിങ്ങളുടെ വീട്ടിൽ വെക്കുകയാണെങ്കിൽ നല്ല വെട്ടമാണ് ഇതിന്. അതുപോലെ തന്നെ ഇതിന് വേറെ വലിയ കംപ്ലയിൻറ്റ് വരാനൊന്നുമില്ല, കാരണം ബാറ്ററി പോയാൽ അത് മാറുക എന്നുള്ളത് മാത്രമേ തന്നെ അത് വരുന്നുള്ളൂ. ഈ സാധനത്തിന് വലിയ 10 250 രൂപ 200 രൂപ 150 രൂപ അങ്ങനെ പല റേഞ്ചിൽ ഇതിൻ്റെ വെളിച്ചത്തിനനുസരിച്ച് കിട്ടും. അപ്പോൾ ഇതൊരെണ്ണം പോയാലും ഇത് നിങ്ങൾക്ക് ഒരെണ്ണം വാങ്ങിച്ച് മാറ്റിയിടാവുന്ന കേസുള്ളൂ. ഇൻവെർട്ടർ ഇല്ലാത്തതുകൊണ്ട് കംപ്ലയിൻറ്റ് വലിയ പ്രശ്നങ്ങളൊന്നും വരത്തില്ല. ഇത് ഈസിയായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇത് വേണം സോളാറിൽ നിങ്ങൾക്ക് ചെറിയൊരു പാനൽ വെച്ച് കഴിഞ്ഞാൽ വേണമെങ്കിൽ സോളാറിലും ചാർജ് ചെയ്ത് അങ്ങനെ ഉപയോഗിക്കാം. അങ്ങനെയാണ് നിങ്ങൾക്ക് കറണ്ട് ചാർജും ഇല്ല. മാത്രമല്ല ഒരു ദിവസമോ 2 ദിവസം മുഴുവനും ഇപ്പോൾ ഇവിടെ എല്ലാം നമ്മുടെ സംഭവം ഇവിടെ എല്ലാ സ്ഥലങ്ങളിലെല്ലാം മൊത്തം ഈ ലൈനെല്ലാം മൊത്തം പൊട്ടി കിടക്കുമായിരുന്നു. അപ്പോൾ 3-4 ദിവസത്തേക്കും മറ്റും കറണ്ടില്ലാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ സോളാർ പാനലിൽ നിന്നാണ് ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ
ഈ പറയുന്ന ലൈൻ പൊട്ടിപ്പോകുന്നോ ഇതൊന്നും ഒരു വിഷയമല്ല. സുഖമായിട്ട് രാത്രി മൊത്തം അവർക്ക് ഇതെന്നുള്ള ആവശ്യമുള്ള വെളിച്ചം ഈ ഒറ്റ ബൾബ് വെച്ചാൽ മതി. ആ വീടിനകത്തേക്ക് മൊത്തമുള്ള വെട്ടം അവർക്ക് കിട്ടും. കൊച്ചു വീടിനെ സംബന്ധിച്ച് ഞാൻ പറയുന്നത് അല്ല, വലിയ ഈ 3000-4000 സ്ക്വയർ ഫീറ്റുള്ള വീടിനെ സംബന്ധിച്ചിടത്തോളം കേസല്ല കേട്ടോ. അങ്ങനെയുള്ളവർക്കൊക്കെ ഇൻവേർട്ടറും സോളാറും സംവിധാനമൊക്കെ കാണുമല്ലോ. അല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. പിന്നെ ഈ കടകൾക്ക് അങ്ങനെയുള്ള ഈ ചെറിയ തട്ടുകട പോലെയുള്ള ചെറിയ കടകളും ചെറിയ കുഞ്ഞ് ചായക്കട പോലെയുള്ള സംഭവങ്ങൾ അങ്ങനെയൊക്കെയുള്ള എല്ലാ ആൾക്കാർക്കും ഈ സാധനം വളരെ ഉപയോഗപ്രദമായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ പിന്നെ ഇതിൻ്റെ വല്ല ഡെമോ പോലെ ഇത് സംഭവം എല്ലാം സെറ്റപ്പ് ആക്കി ഞങ്ങൾ കാണിക്കണമെന്നുണ്ടെങ്കിൽ ഇതിപ്പം വേണമെങ്കിൽ ഞാനൊരു വേറൊരു വീഡിയോ ഇടുകയും ഇപ്പോൾ ഇതിനകത്ത് അതില്ലാണ്ട് നമുക്ക് കാണിച്ചു തരാനൊന്നും പറ്റത്തില്ല. അങ്ങനെ വേണമെന്ന് ഒത്തിരി ആൾക്കാർക്ക് താല്പര്യം ഉണ്ടെന്ന് വരികില്ല, നിങ്ങളൊന്ന് കമൻറ്റ് ഇടുവാണെങ്കിൽ നമുക്കിതിൻ്റെ ഡെമോ ആയിട്ട് നമ്മളിത് സെറ്റ് ചെയ്ത് ഇത് വെച്ചിട്ട് ചാർജറൊക്കെ വെച്ചിട്ട് ഇത് കറക്റ്റായിട്ട് തെളിക്കുന്നുണ്ട്. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ലിഥിയത്തിലും ചെയ്യാം കേട്ടോ. ഈ നമ്മുടെ ഈ ബാറ്ററിക്ക് ഇത് പറഞ്ഞ സാധനം നമുക്ക് ലിഥിയം ബാറ്ററി വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം. അന്നേരം കുറച്ചുകൂടെ പൈസ കൂടും. സാധാരണക്കാർക്കുള്ള ആയതുകൊണ്ടാണ് ഞാൻ ലിഥിയത്തിൻ്റെ ഇത് പറയാത്തത്, ഇതിനകത്ത് ഞാൻ കാണിച്ചു തന്നത്. അങ്ങനെയും ചെയ്യാം. അതിൽ ചെയ്യുവാണെങ്കിൽ ബാറ്ററി കുറച്ചുകൂടെ ആയുസ് ഇതിനെ കഴിഞ്ഞും കൂടുതൽ. ഇതിപ്പം സീൽഡ് ബാറ്ററി ആണല്ലോ, ഇതിലും കൂടുതൽ ആയുസ് കിട്ടും, കുറേ കൂടുതൽ നാൾ നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ടി വരും. പക്ഷേ ആദ്യമത്തെ മുടക്കം ഇതിനെ കഴിഞ്ഞ് ശകലം കൂടെ കൂടുതലായിട്ട് വരുന്നുണ്ടാണ് ഞാനത് കാണിക്കാത്തത്. അപ്പോൾ ഇൻവേർട്ടർ LED ബൾബ് വാങ്ങിച്ചിട്ട് അതിന് വെളിച്ചം കുറവാണെന്ന് പറഞ്ഞ ആൾക്കാർക്ക് ഈ സംഭവം ഒന്ന് പരീക്ഷിക്കാവുന്നതാണ്. അപ്പം ഇത് നിങ്ങൾക്ക് പ്രയോജനപ്രദമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസുകൾ നമ്മൾ ഇനിയും നമ്മുടെ ചാനലിൽ കൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളോടൊപ്പം നിൽക്കുക. നമുക്ക് അടുത്ത മറ്റൊരു നല്ല വീഡിയോയിൽ കാണാം. ബൈ.